നമസ്കാരം. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ രംഗത്തെ വൻ മുന്നേറ്റമാണ് രാജ്യത്തിന്റെ 5ാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ AMCA വികസനം. ലോകത്തിലെ ഏറ്റവും നൂതനമായ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിന്റെ വികസനമാണ് ഇതിലൂടെ രാജ്യം. നിലവിൽ AMCA വികസനം അന്തിമഘട്ടത്തോട് അടുത്തിരിക്കുകയാണ്. അതിനിടെ ഇതാ ഈ അത്യാധുനിക യുദ്ധവിമാനത്തിന്റെ പുറം കോട്ടിംഗ് സംബന്ധിച്ച് വ്യത്യസ്തവും ശ്രദ്ധേയവുമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. തികച്ചും പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഹരിത കോട്ടിംഗ് ആണ് AMCA നൽകുക. അൺലാക്കിയ മെറ്റാമെറ്റീരിയൽ സർഫേസ് ക്ലോക്കിംഗ് സിസ്റ്റം അഥവാ MCS എന്ന ഈ പ്രത്യേക സ്റ്റെൽത്ത് കോട്ടിംഗ് കാൺപൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത ഏറെ സവിശേഷതകളുള്ള പ്രത്യേക കോട്ടിംഗ് ആണ്. അൺലാക്കിയ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം അദൃശ്യം എന്നാണ്. പേര് സൂചിപ്പിക്കും പോലെ റഡാർ ഡിറ്റക്ഷൻ, പ്രത്യേകിച്ച് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സിസ്റ്റങ്ങൾ പോലുള്ള നൂതന നിരീക്ഷണ സംവിധാനങ്ങളുടെ കൺവെട്ടത്തു നിന്ന് വിമാനത്തെ മറയ്ക്കാൻ സഹായിക്കുന്ന മെറ്റാമെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് അൺലാക്കിയ എന്ന പ്രത്യേക കോട്ടിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. പൊതുവെ ഉപയോഗപ്പെടുത്തി വരുന്ന വിഷരാസവസ്തുക്കൾ അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗത പെയിന്റുകളിൽ നിന്നും വ്യത്യസ്തമായി തീർത്തും വിഷരഹിതമായാണ് അൺലാക്കിയയുടെ നിർമ്മാണം സാധ്യമാക്കിയെടുത്തിരിക്കുന്നത്. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ ഫൈറ്റർ ജെറ്റിൽ ഇത്തരത്തിൽ പരിസ്ഥിതി സൗഹൃദ കോട്ടിംഗ് ഉൾപ്പെടുത്തുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല ആഗോളതലത്തിലും ഇതൊരു പുതിയ നീക്കമാണ്. ഈ കോട്ടിംഗ് സാങ്കേതിക വിദ്യ റഡാർ തരംഗങ്ങളെ വൻതോതിൽ ആഗീകരണം ചെയ്ത് താപമാക്കി മാറ്റുകയോ ചിതറിക്കുകയോ ചെയ്യുന്നു. അതിലൂടെ അത്തരം ശത്രു നിരീക്ഷണ സംവിധാനങ്ങളിൽ അകപ്പെടാതെ പൂർണ്ണ അദൃശ്യത പ്രാപിക്കാൻ യുദ്ധവിമാനത്തിനാകും. അൺലാക്കിയ എന്ന തദ്ദേശീയ കോട്ടിംഗിന്റെ പരിസ്ഥിതി സൗഹൃദ ഫോർമുലേഷൻ പരമ്പരാഗത സ്റ്റെൽത്ത് പെയിന്റുകളിൽ സാധാരണയായി ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അസ്ഥിര ജൈവ സംയുക്തങ്ങളെയും ഘനലോഹങ്ങളെയും ആശ്രയിക്കാതെയാണ് സാധ്യമാക്കിയിരിക്കുന്നത്. അസ്ഥിര ജൈവ സംയുക്തങ്ങളും ഘനലോഹങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ജെറ്റ് വിമാന പെയിന്റുകൾ അവ കൈകാര്യം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി തീരാറുണ്ട്. അതേസമയം സുസ്ഥിര മെറ്റാമെറ്റീരിയലുകൾ ഉൾച്ചേർത്തുള്ള അൺലാക്കിയ അത്തരം വെല്ലുവിളികൾ ഉയർത്തുന്നില്ല. പരമ്പരാഗത വിമാന കോട്ടിങ്ങുകൾ അവ കാലാനന്തരം നിർമ്മാർജ്ജനം ചെയ്യുന്ന വേളകളിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാറുണ്ട്. MiG-29 പോലുള്ള വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കിടെ അത്തരത്തിലുള്ള വിഷാംശ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതേസമയം അൺലാക്കിയ അത്തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ദ്രുതഗതിയിലുള്ള ഡീഗ്രേഡേഷൻ തുടങ്ങിയ ലെഗസി കോട്ടിങ്ങുകളുമായി ബന്ധപ്പെട്ട ദീർഘകാല പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. നിലവിൽ വാണിജ്യ സ്കെയിലിംഗിനായി മെറ്റ തത്വ സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ലൈസൻസ് ലഭിച്ചിട്ടുള്ള കോട്ടിംഗ് ആണ് അൺലാക്കിയ. സുസ്ഥിര മെറ്റാമെറ്റീരിയലുകൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഈ കോട്ടിംഗ് ഭാവിയിൽ കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതകളും തുറക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് പരിസ്ഥിതി സൗഹാർദ്ദപരമായ നീക്കങ്ങളിലേക്ക് ആഗോളതലത്തിലുള്ള ചുവടുവയ്പ്പുകൾ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ അൺലാക്കിയയുടെ നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തിയ 90% പരം ഘടകങ്ങളും ഇന്ത്യയിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവയാണ്. 2019 മുതൽ ഈ ഹരിത കോട്ടിംഗിന്റെ നിർമ്മാണത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. അന്നു മുതൽ നടത്തിവന്ന കർശന പരിശോധനകളിലൂടെ തീവ്രമായ താപനില മുതൽ അതിവേഗ പ്രവർത്തനങ്ങൾ വരെയുള്ള വിവിധ സാഹചര്യങ്ങളിൽ ഈ കോട്ടിംഗിന്റെ പ്രകടനം വിലയിരുത്തി ബോധ്യപ്പെടുകയുണ്ടായി. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ നേതൃത്വത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാനമാണ് AMCA. ശത്രു റഡാറുകളുടെ നിരീക്ഷണ വലയത്തിൽ അകപ്പെടാനാവാത്ത വിധമുള്ള അദൃശ്യശേഷിയോടുകൂടിയ രൂപകൽപ്പനയും അൾട്രാലോ ശബ്ദവും അതിവേഗം പറക്കുന്ന സൂപ്പർ ക്രൂയിസ് സംവിധാനവും യുദ്ധവിമാനത്തിനുള്ളിലെ ആയുധ അറകൾ എന്നിവയും AMCA പ്രത്യേകതകളാണ്. പൊതുവെ റഡാർ തരംഗങ്ങൾ ഒരു വിമാനത്തിൽ പതിക്കുമ്പോൾ ആ തരംഗങ്ങൾ വിമാനത്തിൽ തട്ടി തിരിച്ച് ആ തരംഗങ്ങൾ റഡാറിലേക്ക് എത്തപ്പെടും. അങ്ങനെയാണ് ശത്രു റഡാറിന് ഒരു യുദ്ധവിമാനത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാനാവുന്നത്. അത്തരത്തിൽ റഡാർ നിരീക്ഷണ സംവിധാനങ്ങളിൽ നിന്നുള്ള തരംഗങ്ങൾ വിമാനത്തിൽ തട്ടി തിരിച്ച് മടങ്ങിപ്പോകാതെ അവയെ ചിതറിച്ചു കളയാനോ താപമാക്കി മാറ്റാനോ കഴിവുള്ള സ്റ്റെൽത്ത് ശേഷിയുള്ള യുദ്ധവിമാനമാണ് AMCA ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സ്റ്റെൽത്ത് കഴിവ് ഇരട്ടിയാക്കുന്ന പ്രത്യേക മെറ്റീരിയലുകൾ ഉപയോഗിച്ചുള്ള അൺലാക്കിയ എന്ന ഗ്രീൻ കോട്ടിംഗിന്റെ സംയോജനത്തോടെ AMCA സ്റ്റെൽത്ത് ശേഷി വർദ്ധിപ്പിക്കാനും ഒപ്പം പരിസ്ഥിതി സൗഹൃദമായ വിഷരഹിത കോട്ടിംഗ് യാഥാർത്ഥ്യമാക്കാനുമാണ്
ഇന്ത്യ ലക്ഷ്യമിട്ടിരിക്കുന്നത്. നിലവിൽ AMCAയുടെ രൂപകൽപ്പന അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 2027ഓടെ ഈ 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് പറത്താനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. 2034 മുതൽ ഈ വിമാനത്തിന്റെ പൂർണ്ണമായ ഉൽപാദനം ആരംഭിക്കാനാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.